Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാ മനുഷ്യർക്കും കഴിവുള്ള ഒരു മനുഷ്യനായി മാറാം. കാരണം എല്ലാ മനുഷ്യരുടെ അകത്തും ഒരു കഴിവുള്ള കുറ്റാന്വേഷകൻ ഉണ്ടാകുമെന്നതാണ് സത്യം. എല്ലാവരുടെയും അത്യാവശ്യമാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നത്. കാരണം പ്രശ്നങ്ങൾ എവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കുവാൻ. മോട്ടു, നീ അർദ്ധരാത്രിയിൽ ഇത്ര ഉച്ചത്തിൽ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നോക്ക്, വായിക്കുകയാണെങ്കിൽ ഒന്ന് പതുക്കെ വായിക്കേ, ഓക്കേ? എന്റെ പത്തിലു ഇത് വളരെ മനോഹരമായ ഒരു നോവലാണ്, കരംചന്ദ് ജാസൂസിന്റെ. മോട്ടു, നിന്റെ കരംചന്ദ് ജാസൂസ് നോവലൊന്നും എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പുസ്തകം അടച്ചു വെച്ചിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി മോനെ, ശരി, ഞാൻ ഉറങ്ങിക്കോളാം. നീ ചെന്നാൽ ലൈറ്റ് ഓഫ് ചെയ്. നല്ല തണുപ്പുള്ള വെള്ളം. മോട്ടു, ഞാൻ മാർക്കറ്റിൽ പോയി സവാള വാങ്ങിട്ട് വരാം. നീ വീടൊന്ന് ശ്രദ്ധിച്ചോണേ. എന്റെ പത്തിലു, നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കണ്ട. കാരണം ഈ വീട് ഒരു കുറ്റാന്വേഷകന്റെ പരിചരണത്തിനാണുള്ളത്. കരംചന്ദ് ജാസൂസ് പറയുന്നത് അപകടം ഏത് മൂലയിൽ നിന്നും അറ്റാക്ക് ചെയ്യാമെന്നാണ്. ഈ ശബ്ദം പത്തിലുന്റെ ആണല്ലോ. എടാ പത്തിലു, നീ ബസാറിലേക്ക് പോയവനായിരുന്നില്ലേ? പോയതാണ് മോട്ടു, പക്ഷെ ഞാൻ ഇവിടെ ബാഗ് മറന്നു വെച്ചില്ലേ, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. സോറി പത്തിലു, വെരി സോറി. നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. കാരണം അപകടം നമ്മളെ ചുറ്റിപ്പറ്റി അടുത്ത് തന്നെ നിപ്പുണ്ട്. അപകടം. പത്തിലു, കുറ്റാന്വേഷകൻ കരംചന്ദ് പെട്ടെന്നൊന്നുമല്ല ആ പേര് നേടിയെടുത്തത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: മനുഷ്യരായ പകല് കഴുകിനെ പോലെയും രാത്രി മൂങ്ങിയെ പോലെ അലേർട്ടായിരിക്കണമെന്നും. എങ്കിലൊരിക്കലും അപകടം നമ്മൾ അടുത്തേക്ക് വരില്ല. അപ്പൊ ഇതാണോ പ്രശ്നം? മോട്ടുവിന് CID പനി പിടിച്ചെടുക്കാണല്ലോ. ഈ അവസരം വെച്ച് അവനെ പറ്റിക്കാനുള്ള ഒരു ഐഡിയ എന്റെ അടുത്തുണ്ട്. അത് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. അവനെ ഒരു കളി കളിപ്പിക്കണം. ഹലോ മോട്ടു, ഞാനാണ് ഡിറ്റക്റ്റീവ് കരംചന്ദ്. സുഖമല്ലേ മോട്ടു? അതെ, എനിക്ക് നിങ്ങളാണെന്ന് ഇനി അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ. സത്യമാണോ ഇതൊക്കെ? അതെ മോട്ടു, ഞാനാണ് ഡിറ്റക്റ്റീവ് കരംചന്ദ്. ഞാൻ കേട്ടതനുസരിച്ച് നീ എന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് എന്നെ പോലെ ആകണമെന്ന് പറഞ്ഞ് നടക്കാണല്ലോ. പറ മോട്ടു, പറ. അത് കേട്ടത് തൊട്ട് എനിക്ക് നിന്റെ മേലെയുള്ള സ്നേഹം കൂടിയിരിക്കുകയാണ്. നിനക്ക് ഡിറ്റക്റ്റീവ് ആവാൻ ഭയങ്കര ആഗ്രഹമല്ലേ? എനിക്കും നിന്റെ ഗുരു ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് മോട്ടു. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. ഓ, താങ്ക് യു സർ. എന്നെ കൊണ്ട് നേരിട്ട് വരാൻ പറ്റില്ല മോട്ടു, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ കേക്ക്. നല്ലോണം തെളിച്ച് കേട്ടോ. ഈ ഫുർഫുറി നഗറിലുള്ള ഇൻസ്പെക്ടർ ശരിക്കുമുള്ള ഇൻസ്പെക്ടർ അല്ല. ഇൻസ്പെക്ടർ ചിങ്കത്തിനെ പോലെ വേഷമിട്ട് വന്ന ആളാണ്. നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. ഈ അനീതിയെ നീ തന്നെ തടുക്കണം മോട്ടു. എന്ത്? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഈ കാര്യം നീ ആരോടും പറയാൻ പാടില്ല മോട്ടു. വളരെ രഹസ്യമായിരിക്കണം. മനസ്സിൽ തന്നെ വെച്ചോളണം. ഈ മിസ്റ്ററി എങ്ങനെയെങ്കിലും തീർക്കണം മിസ്റ്റർ മോട്ടു. താങ്ക് യു കരംചന്ദ് സാറേ, താങ്ക് യു. ഇനി ഈ കേസ് ഈ മോട്ടുവിന്റെ കൈക്കുള്ളിലാണുള്ളത്. ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ മോട്ടു, ഒന്ന് നിൽക്ക. എവിടേക്കാ നീ പോകുന്നേ? സോറി പത്തുലു, എനിക്കിപ്പോൾ നിന്നോടൊന്നും പറയാൻ പറ്റില്ല. നീ ഇപ്പൊ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു വലിയ പ്രശ്നം സോൾവ് ചെയ്യാൻ പോവുകയാണ്. മോട്ടു, എന്റെ അമ്മോ, കം മോട്ടു, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി കുഴപ്പങ്ങൾ മുഴുവൻ നിനക്കാണ് വരാൻ പോകുന്നത്. എന്റെ അമ്മ മോട്ടു, എന്ത് പണി കാണിച്ചത്? എന്റെ അമ്മ, എന്റെ അമ്മ മോട്ടു, നീ എന്തിനാ എങ്ങനെ പിടിച്ച് തല്ലുന്നത്? ഞാൻ ഇൻസ്പെക്ടർ ചിങ്കമാണ്. എന്നെ വെറുതെ വിട്ടേക്ക്. വേണ്ട, ഞാൻ നിനക്ക് സമോസ വാങ്ങി തരാം. എന്നെ വിട്. എന്റെ പത്തിലോ മോട്ടുവിന്റെ അടുത്ത് നീ ഒന്ന് രക്ഷിക്കേ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്തത്? ഇത് ചിങ്കം സാറാണ്. ഇത് ചിങ്കം സാർ തന്നെയാണ്, പക്ഷെ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ചിങ്കം സാറാണിത്. പത്തിലോ ഈ മാസ്ക് വലിച്ചൂരിയാലുണ്ടല്ലോ, അപ്പൊ പിന്നെ സത്യം പുറത്തു വരുമല്ലോ. ഊരടാ.
മോട്ടു, നീ എന്തിനല്ല മീശ പിടിച്ചിട്ട് വലിക്കുന്നത്? ഇത് ഒറിജിനൽ ആണ്. എനിക്ക് വേദനിക്കുന്നുണ്ട്. വേണ്ട, മുക്ക്, മുക്ക്. ഹലോ മോട്ടു, ഐ എം വെരി സോറി. ഞാനാണ് ഡിറ്റക്റ്റീവ് കാരംചന്ദ്. ഈ പ്രാവശ്യം ആരോ എനിക്ക് തെറ്റായ ഇൻഫർമേഷൻ തന്നതാ. അതായത് ഇൻസ്പെക്ടർ ചിങ്കം സാർ ഒറിജിനൽ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. സോറി സോറി. എന്ത്? സോറി ചിങ്ങം സാർ, വെരി സോറി. തെറ്റായ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടായിരുന്നു. മോട്ടുവും ജാസൂസും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം സാറേ. എന്റെ അമ്മോ, ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ നിനക്കൊരു പണി തന്നിട്ടേ ഞാൻ പോകുള്ളൂ. കോൺസ്റ്റബിൾസ്, റിവോൾവർ കൊണ്ടുവരൂ. വേണ്ട, തോക്ക് കൊണ്ടുവരൂ. അല്ല, മെഷീൻ ഗൺ കൊണ്ടുവരൂ. വേണ്ട, മെഷീൻ ഗണ്ണും വേണ്ട. നീ പോയി ബീരങ്കി കൊണ്ടുവാ. സോറി സാർ, വെരി സോറി. അറിയാതെ എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ്. അതിന് നിങ്ങൾ എന്നെ പീരങ്കി കൊണ്ട് വെടിവെക്കല്ലേ. കോൺസ്റ്റബിൾസ്, ഫയർ. എന്റെ മോട്ടു, നീ ആ ജാസൂസിന്റെ ഭൂതത്തെ തലയിൽ നിന്ന് ഇറക്കി വെക്കേ. ഗരംചന്ദ് ജാസൂസ് എന്ന് പറഞ്ഞ ഒരു ജാസൂസ് ഈ ലോകത്ത് എവിടെയും ഇല്ല. അത് വെറും നോവലിലെ ഒരു ക്യാരക്ടർ മാത്രമാണ്. ഹലോ ഡിറ്റക്റ്റീവ് മോട്ടു, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതുണ്ട്. പക്ഷെ അത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം നിങ്ങളും പത്ലുവും അത്രമാത്രം ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷേ നിങ്ങളോട് ഈ തീരുമാനം ഞാൻ പറയണം മോട്ടു. എന്ത് തീരുമാനം? ഡിറ്റക്റ്റീവ് മോട്ടോ, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ സുഹൃത്ത് പത്ലുവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങളുടെ പത്ലു അല്ല, അവൻ ഒരു ഏലിയനാണ്. നിങ്ങളുടെ പത്ലുവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പത്ലുവിന് പകരം വന്ന ഏലിയനാണത്. അവന്റെ തലയിൽ ഒരു ആന്റന കാണുന്നില്ലേ? ആ ആന്റനെ പൊട്ടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പത്ലുവിനെ തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾ ഇത് ചെയ്തു തന്നെ ആവണം മോട്ടു. നിങ്ങളുടെ കൂട്ടുകാരൻ പത്ലുവിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണം. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആലോചിച്ച് തീരുമാനമെടുക്കൂ മോട്ടോ. അല്ല, നീ ഇനിയിപ്പോ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? നിന്റെ കയ്യിൽ എങ്ങനെ കത്രിക വന്നത്? എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. നീ ഡ്യൂപ്ലിക്കേറ്റ് പത്ലുവാണ്, ഒരു ഏലിയനാണ്. ഇന്ന് നിന്റെ ആന്റിനെ ഞാൻ കട്ട് ചെയ്തിട്ട് നിന്റെ ശരിക്കുള്ള രൂപം ഈ ലോകത്തിന് തന്നെ കാണിക്കുന്നതായിരിക്കും. അവിടെ നിൽക്കേ. എടാ ഏലിയൻ, എവിടേക്കാണ് രക്ഷപ്പെടുന്നത്? ഇല്ല, ഞാൻ സ്പേസ് വരെ നിന്റെ പുറകിലേക്കാ. നിന്റെ ഈ ആന്റിനെ ഞാൻ കട്ട് ചെയ്യോടാ, നോക്കിക്കോ. നമ്പർ 2 ബോസ് കരംചന്ദിന്റെ ശബ്ദത്തിൽ സംസാരിച്ച് മോട്ടൂരെ പറ്റിച്ചിരിക്കുക. അത് ശരി. അപ്പൊ അതാണ് കാര്യമല്ലേ? ഡോക്ടർ ജഡ്ക, മോട്ടുവിന്റെ ദേഹത്ത് ഗരംചന്ദ് ജാസൂസിന്റെ ഭൂതം കേറിയിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം ജോൺ തന്നെയാണ്. ഞാൻ ആ ഗോസിനെ ഡോക്ടർ ജഡ്ക, ജോണിനൊരു പണി കൊടുക്കാനായി എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. കേൾക്ക്. പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നും വിഷമിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. അതെ. ഹലോ മിസ്റ്റർ മോട്ടു, ഞാനാണ് ഡിറ്റക്റ്റീവ് കരംചന്ദിന്റെ അസിസ്റ്റന്റ്. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ സുഹൃത്ത് പത്ലുവിന്റെ ദേഹത്തുണ്ടായിരുന്ന ഏലിയൻ ഇറങ്ങിപ്പോയി. പക്ഷെ ഇതപ്പോ ജോൺ ദ ഡോണിന്റെ ദേഹത്താണ്. ഒരു പക്ഷേ നിങ്ങൾ ആ ജോൺ ദ ഡോണിനെ തല്ലിയാൽ ആ ഏലിയൻ പുറത്തെത്തും. അതെ. ഞാനിപ്പൊ തന്നെ ആ ജോണിന്റെ ഉള്ളിൽ നിന്ന് ആ ഏലിയനെ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ തന്നെ. ഹേയ്, ജോൺ ആകാൻ പോകുന്നു ഡോൺ. പത്ലുവിനെയും സിംഗം സാറിനെയും എങ്ങനെയോ തല്ലുകൊള്ളിച്ചു. ഇനിയിപ്പോ ഈ കളിയിൽ ആരെയാണ് തല്ലുകൊള്ളിക്കേണ്ടത്? ഇതിൽ ആരെങ്കിലും നമുക്ക് കൊടുക്കണല്ലോ. ആരാണിപ്പോ? ജോൺ, എന്തിനാ നീ ഇങ്ങനെ പഞ്ചറാക്കുന്നത്? മോട്ടോ വേണ്ട. നിന്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആ ഏലിയനെ പുറത്തേക്ക് വരാൻ പറഞ്ഞോണേ. ഇല്ല മോട്ടു, ഇല്ല.
എന്റെ ദേഹത്തല്ല ഏലിയൻ. ഞാനാണ് നിനക്ക് കരംചന്ദിനെ പോലെ ഫോൺ വിളിച്ച് ഞാനാണ് ഇതൊക്കെ ചെയ്തത്. ഞാനാണ് നിന്നെ പറ്റിച്ചത്. എനിക്ക് മാപ്പ് നൽകണം മോട്ടു. പ്ലീസ് എന്നെ തല്ലല്ലേ. എനിക്ക് മാപ്പ് നൽക. എന്നെ ക്ഷമിക്കും മോട്ടു. ഇപ്പൊ കണ്ടില്ലേ മോട്ടു, ജോൺ നിന്നെ ഗരം ചന്ദ് ജാസൂസ് ആണെന്ന് പറഞ്ഞ് കഴുതയാക്കിയിരിക്കുക. മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അതിൽ നിന്റെ പങ്കുമുണ്ട്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ നീ അത് കേട്ടുപോലുമില്ല. ജോൺ പറഞ്ഞത് മാത്രമാണ് നീ വിശ്വസിച്ചത്. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്നെ എല്ലാരും ചേർന്ന് അടിക്കാൻ പോവാണ്. ഞാൻ പറന്നു പോകാൻ പോവാണ്. ഓക്കെ, എന്നെ അടിക്കാൻ തയ്യാറായിക്കോളൂ. ഞാൻ പറക്കാൻ എങ്ങോട്ടാ പോകുന്നത്? തയ്യാറാണ്. You are under arrest. ചിങ്കം സാറ്, എനിക്ക് ഈ ജോണിന് ഒന്നുകൂടെ അലക്കി വെളുപ്പിക്കണമെന്നുണ്ട് കേട്ടോ. Watch India's largest kids library only on Geo Hotstar. Download the app now.